ജാതി സെൻസസ് ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഇപ്പോൾ പ്രതിപക്ഷം അതൊരു വലിയ ആയുധമാക്കി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ വരുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വരുമ്പോൾ അവർ ഇക്കാര്യത്തിൽ പിന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ ഇതൊരു കോൺട്രവേഴ്ഷ്യലാണ്. ഈ ജാതിരഹിത ഇന്ത്യ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ജാതി സെൻസസ് എന്തിനാണെന്നൊരു ചോദ്യമുണ്ട്. നമുക്കറിയാവുന്ന പോലെ ജാതി സെൻസസ് ഇന്ത്യയിൽ നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞ ജാതി സെൻസസ് എന്ന് പറഞ്ഞാൽ ജാതി അധിഷ്ഠിതമായി രാജ്യത്ത് നടത്തിയ സമഗ്രമായ സെൻസസ് 1931 നടന്നത്. പിന്നെ 2011 ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ ഇത് കൊണ്ടുവന്നുവെങ്കിലും ഇതുവരെ അതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല. എന്താണ് പ്രശ്നം? അടിസ്ഥാനപരമായി ജാതി സെൻസസ് ജാതി വിഭാഗീയത വർദ്ധിപ്പിക്കാനല്ല ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടേതായ അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്നു ഇല്ലയോ എന്നറിയാനുള്ള ഒരു പോംവഴിയാണ് ജാതി സെൻസസ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നോക്കൂ, ഇന്ത്യ സാമ്പത്തികമായി വളരുന്നു, GDP വളരുന്നു, ലോകത്തിലെ തന്നെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുന്നു. എന്നാൽ ആ വളർച്ചയുടെ ഗുണഭോക്താക്കൾ സമൂഹത്തിലെ എല്ലാവരും ഒരുപോലെയാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനുപയോഗിക്കാവുന്ന ഒരു ഉപാധിയാണ് ജാതി. കാര്യം എന്താണ്? ഇന്നും ജാതീയത കേരളത്തിൽ പോലും പ്രകടമല്ലെങ്കിലും പോലും ശക്തമാണ്. അതുകൊണ്ടാണ് ജാതി സെൻസസ് വേണമെന്ന് നമ്മൾ പറയുന്നത്. ഇനിയും നിലവിൽ തന്നെ ചില കണക്കുകളുണ്ട്. അതുകൊണ്ടാണ് ഔദ്യോഗികമായ കണക്കുകൾ വരാൻ ജാതി സെൻസസ് വേണമെന്ന്. എന്താണ് കണക്ക്? ഇന്ത്യയിലെ അധികാര കേന്ദ്രങ്ങൾ എടുക്കാം. നോക്കൂ, ഇന്ത്യയിലെ ജനസംഖ്യയിൽ ദളിത് ആദിവാസി വിഭാഗങ്ങൾ ഏകദേശം 25-27% വരും. അവരുടെ കയ്യിൽ രാജ്യത്തിൻ്റെ സ്വത്തുക്കളിൽ എത്രയുണ്ട്? സംവരണം ഒഴിച്ചുള്ള മേഖല എടുത്ത് പരിശോധിക്കാം. ഇപ്പോൾ നോക്കൂ, ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുതൽ നമ്മൾ സാധാരണ ഒരു കളക്ടർ വരെയുള്ള പദവികളെടുക്കാം. സാധാരണ ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയ പോസ്റ്റുകളിലെ ഏറ്റവും താഴത്തെ പോസ്റ്റ് നൽകുന്നു. 52 ചീഫ് ജസ്റ്റിസുമാർ ഇന്ത്യയിലുണ്ടായി. സ്വാഭാവികമായി 27% വരുന്ന ആദിമവാസി ദളിത് വിഭാഗങ്ങൾക്ക് 25%-ഓളം വരുന്ന എത്ര ശതമാനം ചീഫ് ജസ്റ്റിസുമാർ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം? നമ്മുടെ അറിവിൽ രണ്ടാമത്തെ ആൾ ഇപ്പോൾ വന്നു, ഇത്രയേ ഉള്ളൂ. ഈ കാര്യത്തിൽ മാത്രമല്ല, സ്വത്തിൻ്റെ കാര്യം എടുക്കാം. ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം വിഭാഗം, ഇന്ത്യൻ ജനസംഖ്യയിൽ ഏകദേശം 14%-ഓളമാണ് മുസ്ലിം വിഭാഗം. അവരുടെ കയ്യിലുള്ള സ്വത്ത് ഏകദേശം 7.5%-മേ ഉള്ളൂ. അപ്പോൾ ഇത് കേരളത്തിലും ബാധകമാണ്. ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അവർ CPIM ഡൽഹിയിൽ പറയുന്നു ജാതി സെൻസസ് വേണമെന്ന്. കേരളത്തിൽ എന്തുകൊണ്ട് പറയുന്നില്ല? നിങ്ങൾ കേരളത്തിലേക്ക് വരൂ. കേരളത്തിലെ കോളനികൾ, ലക്ഷം വീട് കോളനികൾ, ആദിവാസി കോളനികൾ, ഏകദേശം 10-26,000 കോളനികളുണ്ട്. അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരവും കേരളത്തിൻ്റെ പൊതുജീവിത നിലവാരം പരിശോധിച്ചാൽ അവർ പിന്നോക്കമാണ്. സാമ്പത്തിക മേഖല എടുത്ത് അവർ പിന്നോക്കമാണ്. സംവരണമില്ലാത്ത മേഖല എടുത്ത പിന്നോക്കമാണ്. നിങ്ങൾ മാധ്യമരംഗം എടുക്കൂ, നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന മാധ്യമരംഗം. അവിടെ എത്ര പിന്നോക്ക സമുദായക്കാർ, ആദിവാസികൾ, ദളിതർ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ജാതി സെൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ജാതീയതയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് നിലവിലുള്ള ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക അധികാര കേന്ദ്രങ്ങളിൽ ഓരോ വിഭാഗത്തിനും ലഭിക്കേണ്ട വിഹിതങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള, ഇല്ലെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു മാർഗമായി കാണുന്നത്. ഇതിനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അധികാരത്തിലിരിക്കുന്നവരും അല്ലാത്തവരും യഥാർത്ഥത്തിൽ എതിർക്കാൻ കാരണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കുന്ന ഇന്നും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പഴയ മാടമ്പിമാരോ ജന്മിമാരോ വലിയ മുതലാളിമാരോ ആണ്. അതിൽ ഭൂരിപക്ഷവും ഉയർന്ന സമുദായത്തിൻ്റെ പ്രതിനിധികളാണ്. ഇപ്പോൾ ഈ വേടൻ്റെ കേസ് വന്നപ്പോഴും നമ്മളത് കണ്ടതാണ്. ഇപ്പോൾ വേടൻ കഞ്ചാവ് ഉപയോഗിച്ചാണ് അറസ്റ്റ് ചെയ്തത്. അയാൾ ചെയ്തതിനെ ന്യായീകരിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും അയാൾ സമൂഹത്തിന് വേണ്ടി ചെയ്ത പല കാര്യങ്ങളും ഉണ്ട്. അത് പാട്ടിലൂടെ ആകാം, അത്തരത്തിലുണ്ട്. പക്ഷേ അത് വരുമ്പോൾ ഒരു വിഭാഗത്തിൻ്റെ മാത്രം ആൾ എന്ന രീതിയിൽ ഒരു സവർണ വിഭാഗം അത്തരത്തിൽ ചില കളികൾ കളിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായും. ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടെ ഒരു കാര്യം പറയട്ടെ. ഞാൻ വിവരാവകാശ നിയമപ്രകാരം എനിക്ക് കേരളത്തിലെ ക്യാബിനറ്റിലുള്ള ഒരു മന്ത്രിയുടെ ആന ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ടൊരു രേഖ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ ആനയില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ, മന്ത്രിയായിരുന്ന അച്ഛൻ, അദ്ദേഹത്തിന് ഒരു ആന ഏതോ ഒരു ക്ഷേത്രത്തിൻ്റെ ഉപയോഗിക്കാൻ വേണ്ടി ഫോറസ്റ്റ് വകുപ്പ് അനുവദിക്കപ്പെട്ട ആന അച്ഛൻ മരിച്ചതിന് ശേഷം സ്വന്തം പേരിലേക്ക് മാറ്റാൻ കഴിയാതെ രേഖകളില്ലാതെ കൈവശം വെച്ചിരിക്കുകയാണ്. ആനക്കൊമ്പ് ഈ ക്യാബിനറ്റിലെ അംഗത്തിൻ്റെ വീട്ടിലുണ്ടെന്ന് വിവരാവകാശ രേഖ പറയുന്നു.
ഉടമസ്ഥാവകാശം അദ്ദേഹത്തിനില്ല. ഇനി കേരളത്തിലെ സിനിമാ രംഗത്തെ ഒരു വലിയ നക്ഷത്രമുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കിടക്കമുറിയിൽ നിന്ന് എത്ര ആനക്കൊമ്പുകൾ പിടിച്ചു. അപ്പോൾ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട സിനിമാ നടൻ്റെ വീട്ടിൽ നിന്ന് നിരവധി ആനക്കൊമ്പുകൾ കിട്ടിയ കേസ് എങ്ങും എത്തിയിട്ടില്ല. അപ്പോൾ ഒരു വശത്ത് അങ്ങനെ നടക്കുമ്പോഴാണ് പുലിപ്പല്ല് കൊണ്ടുള്ള മാല കേന്ദ്ര സഹമന്ത്രി ധരിച്ചുകൊണ്ട് നടക്കുന്നു എന്നാണ് അറിയുന്നത്. അപ്പം ഇവിടെയാണ് ഈ ജാതീയത ഇപ്പോഴും കേരളത്തിൽ വളരെ ഗൗരവം. എന്തിനേറെ പറയുന്നു, നമ്മളിപ്പോൾ ടി വി വെച്ചാൽ ആകെ കല്യാണം കഴിക്കുന്നത് സുറിയാനി ക്രിസ്ത്യാനിയും നായരും ഈഴവനും മുസ്ലിമുമാണെന്ന് വിചാരിക്കൂ. കാര്യം ഒരു ദളിതൻ്റെയും ആദിവാസിയുടെയും വിവാഹ പരസ്യങ്ങൾ ടി വി കാണാൻ കഴിയില്ല. അപ്പോൾ ഇത്ര പ്രകടമാണ് കേരളത്തിലും ജാതീയത എന്നിരിക്കെ ഒരു ജാതിക്ക് അതിൻ്റെ ആനുപാതികമായി ലഭിക്കേണ്ട അധികാരങ്ങൾ അവകാശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? കേരളത്തിലെ പ്രിൻ്റ് മീഡിയ ആണെങ്കിലും വിഷ്വൽ മീഡിയ ആണെങ്കിലും ഏതെങ്കിലും ഒരു എഡിറ്റോറിയൽ ബോർഡിൻ്റെ നിർണായക സ്ഥാനത്തേക്ക് ഒരു ദളിതനോ ആദിവാസിയോ എന്തിനേറെ പിന്നോക്ക സമുദായക്കാരൻ പോലും വന്നിട്ടുണ്ടോ സംശയമാണ്. അതുകൊണ്ട് കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് പോലും ജാതീയത നേരിട്ടുമല്ലാതെയും പ്രവർത്തിക്കുമ്പോൾ അത് സാമ്പത്തികമായ അധികാര വിഷയവുമായി ബന്ധപ്പെട്ട് ഒക്കെ വളരെ ഗൗരവതരം. അതുകൊണ്ട് അത് വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കൽ നമ്പൂതിരി മുതൽ നായാടി വരെയുള്ളവരുടെ ഒരു റാലി പ്ലാൻ ചെയ്തിരുന്നു. അതിൽ പോലും പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമാണ്. കാര്യം താല്പര്യങ്ങൾ നോക്കൂ, നമ്മൾ പറയാൻ എളുപ്പമാണ് നമ്പൂതിരി മുതൽ നായാടി വരെ. എന്തുകൊണ്ട് നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറഞ്ഞില്ല എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ ഹയറാർക്കിയിലാണ്. അത് ബ്രാഹ്മണനും പറയുന്ന പിന്നെ അതിന് താഴെ ഈ പറയുന്ന ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അല്ലെങ്കിൽ കേരളത്തിൽ പറഞ്ഞാൽ നായർ പോലും എന്താണ്, നായർ പോലും ശൂദ്രനാണ്. പിന്നെ പഞ്ചമരാണ്, ഈഴവാദി ആളുകൾ പിന്നെ പഞ്ചമരാണ്. അപ്പോൾ അത്രയും ജാതീയത ഇന്ന് പ്രകടമല്ലെങ്കിൽ പോലും നിലവിൽ സാമ്പത്തിക വ്യവഹാരങ്ങളിൽ പോലും ജാതീയത വളരെ പ്രകടമാണ്. നോക്കൂ, ഗൾഫിൽ പോയ ആളുകളെ എടുക്കാം. എന്തുകൊണ്ടാണ് ദളിതരും ആദിവാസികളുടെയും നല്ല വിഭാഗം ഗൾഫിൽ പോകാൻ കഴിയാത്തത്? കാര്യം എന്താ? അത്തരത്തിൽ പോലും രക്ഷപ്പെടാൻ സാഹചര്യങ്ങൾ അവരെ അനുവദിക്കുന്നില്ല. സംവരണമുള്ളിടത്ത് അവർ കയറിക്കൂടുന്നു. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇന്ത്യയിലാകെയുള്ള സാമ്പത്തികവും അധികാരവുമായൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ ഓരോ സമുദായത്തിനും ലഭിക്കേണ്ടത് അർഹതപ്പെട്ടത് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ജാതി സെൻസസ് വളരെ സഹായകരമാണ്. പക്ഷേ നിലവിൽ അധികാരവും സമ്പത്തും കൈവശം വച്ചിരിക്കുന്ന ആളുകൾ സത്യം ജനങ്ങൾ അറിഞ്ഞാൽ ഒട്ടേറെ ബുദ്ധിമുട്ടും എന്നതുകൊണ്ട് അവർ ഈ വിഷയത്തിൽ നിന്ന് ഈ സാമൂഹിക പരിഷ്കരണമൊക്കെ വന്നെങ്കിൽ പോലും ഇതെല്ലാം ഇപ്പോഴും മറ്റൊരു തലത്തിലെങ്കിലും നിലനിൽക്കുന്നു. അന്ന് പിന്നെ ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ലായിരുന്നു എന്ന് ഇരുന്നാലും ഇപ്പോൾ മറ്റൊരു തലത്തിൽ നിൽക്കുന്നു. പക്ഷേ അതേസമയം തന്നെ നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ പല രാഷ്ട്രപതിയാണെങ്കിൽ പോലും അങ്ങനെ ചില മാതൃകാപരമായ തീരുമാനങ്ങൾ ഒരു തന്ത്രമാണ്. പലപ്പോഴും നമ്മൾ രാഷ്ട്രപതി ആരാണ്? സ്ത്രീയാണ്, ദളിതാണ്, ആദിവാസിയാണ്. ദളിതല്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? ഇന്ത്യയിലെ ആദിവാസികളുടെ അവസ്ഥ എന്താണ്? ഈ ഒരു ഇരട്ടത്താപ്പ് എനിക്ക് തോന്നുന്നു പഴയ കാലത്തേക്കാൾ ഇന്ന് പ്രകടമാണ്. അതുകൊണ്ടാണ് കുറച്ചുകൂടി ഗുണപരമായ രീതിയിൽ ഇനിയെങ്കിലും ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് നമ്മൾ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.